അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹായ് എവരിവൺ. നമ്മൾ സമസ്തയുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് 2 ദിവസം ബ്രേക്ക് എടുത്തിരുന്നു. ഇനി നമ്മുടെ ക്ലാസ്സുകൾ തുടരുകയാണ്. ഇന്ന് നമ്മൾ 25ാമത്തെ ക്ലാസ്സിലേക്കാണ് പ്രവേശിക്കുന്നത്. ഇന്ന് വളരെ ലളിതമായ ഒരു പ്രയോഗമാണ്, വളരെ ഈസി ആയിട്ടുള്ള ഒരു പാഠമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ നിഷ്പ്രയാസം നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും. മാത്രവുമല്ല, അത് നമുക്ക് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള, യൂസ്ഫുൾ ആയിട്ടുള്ള, എപ്പോഴും ആവശ്യമുള്ള, എപ്പോഴും നമുക്ക് പറയേണ്ടി വരുന്ന സെൻറ്റൻസുകളാണ് അതിലൂടെ നമ്മൾ പറയേണ്ടി വരാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പാഠത്തിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. ഇന്നത്തെ പാഠം എന്ന് പറയുന്നത് നാം പഠിക്കുന്നു, ഞങ്ങൾ പോകുന്നു, നീ എഴുതുന്നു എന്നീ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയേണ്ടത് എന്നുള്ളതാണ്. ഞാൻ കോളേജിൽ പോകാറുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ മലയാളത്തിൽ വരുന്നു, വരുന്നുണ്ട്, വരാറുണ്ട് എന്നിങ്ങനെയുള്ള അർത്ഥം കിട്ടാൻ ഏതാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ്, ഏത് സെൻറ്റൻസാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ പാഠം. ഫസ്റ്റ് ഉപയോഗിക്കേണ്ടത് സബ്ജക്റ്റാണ്. സബ്ജക്റ്റ് പ്ലസ് വെർബ്, ഇതാണ് ഇന്നത്തെ നമ്മുടെ പാഠത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സബ്ജക്റ്റ് ബഹുവചനമാണ് എങ്കിൽ നമുക്ക് ഈ ഒരു ഘടന ഇവിടെ തന്നെ നമ്മുടെ സെൻറ്റൻസ് പൂർത്തിയായി. സബ്ജക്റ്റ് പ്ലസ് വെർബ്, ബേസിക് ഫോം ഓഫ് വെർബ് അവിടെ കൊടുത്താൽ ആ സെൻറ്റൻസ് അവിടെ പൂർണ്ണമായി. പക്ഷേ സബ്ജക്റ്റിൻ്റെ ഒരു നിബന്ധനയുണ്ട്, ബഹുവചനമായിരിക്കണം എന്ന് മാത്രം. അതുപോലെ തന്നെ ഐ എന്നതും ഈ ഗണത്തിലാണ് പെടുന്നത്, യു എന്നതും. അപ്പോൾ മുഴുവൻ ബഹുവചനങ്ങളും ഐ എന്ന വാക്കും യു എന്ന വാക്കും സബ്ജക്റ്റായി വരുമ്പോൾ നമുക്ക് ഇതാണ് അതിൻ്റെ വാക്യഘടന. ഉദാഹരണം എഴുതുന്നതിൽ നമുക്ക് മനസ്സിലാവും. ഐ ഗോ, ഞാൻ പോകുന്നു, പോകുന്നുണ്ട്, പോകാറുണ്ട്. വി ഗോ, ഞങ്ങൾ പോകുന്നു, പോകുന്നുണ്ട്, പോകാറുണ്ട്. ഈ 3 തരം അർത്ഥത്തിനും ഇത് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഫസ്റ്റ് സബ്ജക്റ്റ് കൊടുത്തു, ഐ എന്നോ വി എന്നോ ദേ എന്നോ എല്ലാ സബ്ജക്റ്റും നമുക്ക് കൊടുക്കാം. ബഹുവചനമായിരിക്കണം, അല്ലെങ്കിൽ ഐ എന്നതായിരിക്കണം, അല്ലെങ്കിൽ യു എന്നായിരിക്കണം. 2 പേര് നമുക്ക് കൊടുക്കാം. അതുപോലെ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഗോ, ഭാര്യയും ഭർത്താവും, ഭർത്താവും ഭാര്യയും പോകുന്നു. അപ്പോൾ ബഹുവചനമായതുകൊണ്ട് നമുക്ക് ഈ സെൻറ്റൻസിൽ വരുന്നു, വരുന്നുണ്ട്, വരാറുണ്ട്, ചെയ്യുന്നു, ചെയ്യുന്നുണ്ട്, ചെയ്യാറുണ്ട് എന്നുള്ള അർത്ഥം കിട്ടാൻ നമുക്ക് ഇത് മാത്രം മതി. സബ്ജക്റ്റ് കൊടുക്കുക, ദെൻ വെർബിൻ്റെ ബേസിക് ഫോം മാത്രം കൊടുക്കുക. കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അർത്ഥം കിട്ടുന്നത് ചെയ്യുന്നു, ചെയ്യുന്നുണ്ട്, ചെയ്യാറുണ്ട് എന്നുള്ളൊരർത്ഥമായിരിക്കും. ദേ ടീച്ച്, അവർ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു. വി ഹെൽപ്പ്, ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ സഹായിക്കുക എന്നതിൻ്റെ വെർബാണ്. അപ്പോൾ വി ഹെൽപ്പ്, നാം സഹായിക്കുന്നു. വി ഹെൽപ്പ് അതേഴ്സ്, നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നു. വി ഹെൽപ്പ് ചിൽഡ്രൻ, നമ്മൾ കുട്ടികളെ സഹായിക്കുന്നു. വി ടീച്ച് ചിൽഡ്രൻ, നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നു. ഐ ഗോ ടു കോളേജ്, ഞാൻ കോളേജിൽ പോകാറുണ്ട്. ദിവസവും ചെയ്യുന്ന, സ്ഥിരമായി ചെയ്യുന്ന, ആവർത്തിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, പ്രാപഞ്ചിക സത്യങ്ങൾ എന്നിത്യാദി കാര്യങ്ങളൊക്കെ പറയാൻ അങ്ങനെ ധാരാളം ഉപയോഗം ഇതിനുണ്ട്. പ്രധാനമായിട്ടും നാം മനസ്സിലാക്കേണ്ടത് ചെയ്യുന്നു, ചെയ്യുന്നുണ്ട്, ചെയ്യാറുണ്ട് എന്നുള്ള മലയാളത്തിൽ വരുന്ന അർത്ഥങ്ങൾക്കൊക്കെ ഈ ഒരു സെൻറ്റൻസാണ്, ഈ വാക്യഘടനയാണ് നാം പഠിക്കേണ്ടത്, പ്രയോഗിക്കേണ്ടത്. അപ്പോൾ വാക്യഘടന എന്ന് പറയുന്നത് ഇത്ര തന്നെയുള്ളൂ, സബ്ജക്റ്റ് പ്ലസ് വെർബ്, വെർബിൻ്റെ ബേസിക് ഫോം. ഇതിൽ ഏകവചനമായിട്ടുള്ള സബ്ജക്റ്റ്, ഐ യു ഒഴികെയുള്ള ഏകവചനമായ സബ്ജക്റ്റ് ഇതിൽ വരരുത് എന്ന് മാത്രം. അതിന് ചെറിയൊരു വ്യത്യാസമുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ആ സമയത്ത് ഐ ഒഴികെയുള്ള മുഴുവൻ ഏകവചനങ്ങൾക്കും ഇതേ അർത്ഥം കിട്ടാനുള്ള പ്രയോഗം എന്താണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്താം. അപ്പോൾ ഇന്നത്തെ പാഠത്തിൽ അതിനെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഐ യു ഒഴികെയുള്ള ഏകവചനങ്ങൾ ഇവിടെ സബ്ജക്റ്റ് ആയിക്കൂടാ. അത് നമുക്ക് അടുത്ത പാഠത്തിൽ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് എന്ത് ബഹുവചനം സബ്ജക്റ്റ് വന്നിട്ടുണ്ടെങ്കിലും, അതുപോലെ തന്നെ ഐ വന്നിട്ടുണ്ടെങ്കിലും, വി അതുപോലെ യു വന്നിട്ടുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഇതേ വാക്യഘടന മതി എന്നുള്ളതാണ്. യു ടീച്ച്, നിങ്ങൾ പഠിപ്പിക്കുന്നു, പഠിപ്പിക്കുന്നുണ്ട്,
പഠിപ്പിക്കാറുണ്ട്. അതുപോലെ ബഹുവചനങ്ങളായിട്ട് നമുക്ക് ബോയ്സ് സ്റ്റഡി അറബിക്. അർത്ഥം വരുന്നത് ആൺകുട്ടികൾ അറബി പഠിക്കുന്നു എന്നാണ്. പഠിക്കുന്നുണ്ട്, പഠിക്കാറുണ്ട് എന്നുള്ള അർത്ഥവും ഇതേ വാക്യഘടനയിൽ തന്നെ കിട്ടും. ഇപ്പോൾ ഇവിടെ ബോയ്സ് എന്നുള്ളത് ഒരു സബ്ജക്റ്റാണ്, ബഹുവചനമായതുകൊണ്ട് നമുക്ക് ഇവിടെ സ്റ്റഡി എന്നുള്ള ഒരു വെർബിൻ്റെ ബേസിക് ഫോം മാത്രമേ പിന്നെ ആവശ്യം വന്നുള്ളൂ. അതോടുകൂടി ആ സെൻറ്റൻസ് അവിടെ പൂർണ്ണമായി. പിന്നെ നമുക്ക് ആവശ്യത്തിനൊരു ഒബ്ജക്റ്റ് കൊടുത്തിട്ടുണ്ട്, എന്തിനെ പഠിക്കുന്നു എന്നുള്ളൊരു ആ ഒരു ഭാഗം നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അറബിയെ പഠിക്കുന്നു എന്ന്. അപ്പോൾ ബോയ്സ് പ്ലേ ക്രിക്കറ്റ്, ആൺകുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നു. ബോയ്സ് പ്ലേ ഫുട്ബോൾ, ആൺകുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നു. ബോയ്സ് സ്റ്റഡി ഇംഗ്ലീഷ്, ആൺകുട്ടികൾ ഇംഗ്ലീഷ് പഠിക്കുന്നു. ബോയ്സ് റൈറ്റ്, ആൺകുട്ടികൾ എഴുതുന്നു. ഗേൾസ് ഡു ദെയർ ഹോംവർക്ക്സ്, പെൺകുട്ടികൾ അവരുടെ ഹോംവർക്ക് ചെയ്യുന്നു. എന്നിത്യാദി കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട്, അപ്പോൾ വരുന്നു, വരുന്നുണ്ട്, വരാറുണ്ട്, ചെയ്യുന്നു, ചെയ്യുന്നുണ്ട്, ചെയ്യാറുണ്ട്, പോകുന്നു, പോകുന്നുണ്ട്, പോകാറുണ്ട് എന്നിത്യാദി കാര്യങ്ങളൊക്കെ പറയാൻ നമുക്ക് ഇന്ന് നാം പഠിച്ചിട്ടുള്ള പ്രയോഗം എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള, വളരെ ലളിതമായിട്ടുള്ള ഒരു പ്രയോഗമാണ്. ഫസ്റ്റ് സബ്ജക്റ്റ് കൊടുക്കുക. അവിടെ സബ്ജക്റ്റിൻ്റെ അവിടെ ഒരു നിബന്ധന പറഞ്ഞു, ഐ യു ഒഴികെയുള്ള ഏകവചനങ്ങൾ അതിൽ വരരുത്. അത് വരുന്ന സമയത്ത് നമുക്ക് മറ്റൊരു ചെറിയ ഒരു വേരിയേഷൻ കൂടി ചേർത്ത് കൊടുക്കാണ്ട്, അത് നമുക്ക് അടുത്ത പാഠത്തിൽ പരിചയപ്പെടാം. ഐ ഒഴികെയുള്ള ഏകവചനങ്ങൾ അത് വരുമ്പോൾ നമുക്ക് ഇതിനൂടെ ചെറിയൊരു അഡീഷൻ മാത്രമേ ചേർക്കാനുള്ളൂ. അത് നമുക്ക് നെക്സ്റ്റ് പാഠത്തിൽ പരിചയപ്പെടാം. ബാക്കി ഐ എന്നതും യു എന്നതും മറ്റു ഏത് ബഹുവചനവും സബ്ജക്റ്റായി നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതാണ് വാക്യഘടന, ഇതാണ് നമുക്ക് കിട്ടാൻ പോകുന്ന അർത്ഥം. ഇപ്പോൾ ഐ ഗോ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഞാൻ പോകുന്നു, പോകുന്നുണ്ട്, പോകാറുണ്ട്. ഈ വ്യത്യസ്തമായ അർത്ഥതലങ്ങളിലൊക്കെ നമുക്കിതിനെ പ്രയോഗിക്കാം. വി ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സഹായിക്കുന്നു, സഹായിക്കുന്നുണ്ട്, സഹായിക്കാറുണ്ട്. വി സെലിബ്രേറ്റ്, നമ്മൾ ആഘോഷിക്കുന്നു, ആഘോഷിക്കുന്നുണ്ട്, ആഘോഷിക്കാറുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള അർത്ഥം കിട്ടും. ദേ ടീച്ച്, അവർ പഠിപ്പിക്കുന്നു, പഠിപ്പിക്കുന്നുണ്ട്, പഠിപ്പിക്കാറുണ്ട്. ഇതാണ് ഈ മൂന്നർത്ഥം. അർത്ഥം നമുക്കൊന്ന് വേണമെങ്കിൽ എഴുതാം. മൂന്നർത്ഥം: ചെയ്യുന്നു, ചെയ്യുന്നുണ്ട്, പിന്നെ ചെയ്യാറുണ്ട്. ഇതൊരു ജനറലായിട്ട് നമ്മൾ എഴുതിയെന്ന് മാത്രം. ഇതേ രൂപത്തിലാണ് ഇതിൻ്റെ അർത്ഥങ്ങളൊക്കെ വരുന്നത്. സഹായിക്കുന്നു, സഹായിക്കുന്നുണ്ട്, സഹായിക്കാറുണ്ട്. ഇവിടെ ആണെങ്കിൽ പഠിപ്പിക്കുന്നു, പഠിപ്പിക്കുന്നുണ്ട്, അടുത്ത മൂന്നാമത്തെ അർത്ഥം പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് നമുക്കിതിൽ കിട്ടാൻ പോകുന്ന അർത്ഥം. അപ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ഇതിനെ പ്രാക്ടീസ് ചെയ്ത് ഈ പാഠത്തെ വളരെ ലളിതമായിട്ട് തന്നെ പ്രയോഗിച്ച് പരിശീലിച്ച് പഠിച്ചു വെക്കുക. അടുത്ത പാഠത്തിൽ നമുക്ക് വളരെ ലളിതമായി തന്നെ ഏകവചനങ്ങൾ സബ്ജക്റ്റായി വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന്, ഇതേ അർത്ഥം കിട്ടാൻ എന്ത് ചെയ്യണമെന്നുള്ളത് പഠിക്കാം. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്.